രാവിലെ മാത്രം കാണാൻ കഴിയുന്ന ഈ അത്ഭുത കാഴ്ച എന്താണെന്നറിയാമോ? വെള്ളത്തിന് മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് ആമ്പൽ പൂക്കൾ. നമുക്ക് പോകാം കോട്ടയത്തെ മലരിക്കലിലേക്ക്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് മീ രേഷ്മ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Welcome to Soft Step Solo. Let's explore together. മലരിക്കൽ എത്തിയ സമയത്ത് അത്യാവശ്യം നല്ല മഴയുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ തോണിയിലുള്ള ഒരു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ മലരിക്കൽ ഡെസ്റ്റിനേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലാണ് ഈ മലരിക്കലുള്ളത്. പിന്നെ കോട്ടയം നഗരത്തിൽ നിന്നും ഏകദേശം 7.5 കിലോമീറ്റർ ദൂരമാണ് മലരിക്കലിലേക്കുള്ളത്. അപ്പോൾ കുമരകത്ത് നിന്നാണെങ്കിൽ ഏകദേശം 9 കിലോമീറ്ററാണുള്ളത്. ഇതൊരു സാധാരണ ടൂറിസ്റ്റ് പാർക്കല്ല. പാടശേഖരവും വെള്ളവും കൃഷിയും നാട്ടുജീവിതവും ചേർന്ന ഒരു വില്ലേജ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. സോ കോട്ടയം ജില്ലയിലെ ഭരണകൂടത്തിൻ്റെ ടൂറിസം പേജിലും മലരിക്കൽ വില്ലേജ് ടൂറിസമായിട്ട് ഈ ഒരു സ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ആദ്യം ഇല്ലിക്കൽ ജംഗ്ഷനിലെത്തുക. അവിടെ നിന്നും തിരുവരപ്പ് റോഡിലേക്ക് തിരിയണം. തുടർന്ന് കാഞ്ഞിരം ഭാഗത്ത് പോയി കാഞ്ഞിരം ബ്രിഡ്ജ് വഴി മലരിക്കലിലെത്താം. പിന്നെ ഗൂഗിൾ മാപ്പിൽ തന്നെ മലരിക്കൽ ടൂറിസം എന്ന് സെർച്ച് ചെയ്താൽ തന്നെ കറക്റ്റ് ലൊക്കേഷനിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ കുമരകത്ത് ഭാഗത്തു നിന്നും വരുന്നവർ ഇല്ലിക്കൽ ജംഗ്ഷനിലെത്തി തിരുവരപ്പ് റോഡിലേക്ക് തിരിയാം. പിന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്ത പ്രധാന റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം ഒരു 7.8 കിലോമീറ്ററാണ് വരുന്നത്. പിന്നെ മലരിക്കൽ ഒരു ഗേറ്റുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നും അല്ല. അതുകൊണ്ട് ഇവിടെ ഒരു ഫിക്സഡ് ഒഫീഷ്യൽ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നതിനേക്കാൾ പൂക്കൾ കാണാനുള്ള ബെസ്റ്റ് ടൈമാണ് പ്രധാനപ്പെട്ടത്. പുലർച്ചെ 5:30 മുതൽ 8 മണി വരെയാണ് എത്തുന്നത് ഏറ്റവും നല്ല ഒരു ടൈമായിട്ട് തോന്നിയത്. പ്രത്യേകിച്ച് 7 മണിക്ക് മുമ്പ് എത്തിയാൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂക്കളുടെ ഏറ്റവും മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. പിന്നെ സൂര്യൻ ശക്തമാകുമ്പോൾ പല പൂക്കളും പതുക്കെ അടയുകയും വാടി തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് സൺറൈസിന് മുമ്പ് അല്ലെങ്കിൽ സൺറൈസ് സമയത്ത് ഇവിടെ എത്തുക. പിന്നെ പൂക്കൾ കാണാൻ എന്താ പറയുക, നമുക്ക് ബോട്ടിലല്ല തോണിയിൽ നമുക്കൊരു 5:30 മുതൽ എത്തുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈമിങ്. പിന്നെ മലരിക്കലിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഇതൊരു പ്രത്യേകം ടൂറിസമായിട്ട് നട്ടുപിടിപ്പിച്ച ഫ്ലവർ ഗാർഡനൊന്നുമല്ല. ഇവിടെയുള്ളത് പ്രധാനമായും പാടശേഖരമാണ്. നെൽകൃഷിയുടെ 2 സീസൺക്കിടയിൽ പാടങ്ങളിൽ വെള്ളം നിറയുകയും മണ്ണിനടിയിൽ കിടക്കുന്ന ആമ്പൽ വിത്തുകൾ മുളയ്ക്കുകയും വലിയ തോതിൽ പൂക്കളും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് എന്താ പറയുക, കർഷകർക്ക് ഇതൊരു ഫ്ലവർ ഗാർഡൻ അല്ല, കൃഷിക്ക് ഇടയിലുള്ള കാലത്ത് വളരുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ്. പക്ഷേ അതേ ആമ്പൽ പൂക്കൾ തന്നെയാണ് ഇന്ന് മലരിക്കലിൻ്റെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടും തീരുന്നത്. ഇവിടെ ആമ്പൽ കൃഷി ചെയ്ത് ഓരോ വർഷവും പുതുതായി നട്ടുപിടിപ്പിക്കുന്ന രീതിയല്ല പ്രധാനമായും. പാടം കൃഷിക്കായി വെള്ളം ഒഴുക്കി കളയുമ്പോൾ ആമ്പൽ വിത്തുകൾ മണ്ണിൽ അവശേഷിക്കും. അടുത്ത കൃഷിയിടവേളയിൽ വീണ്ടും പാടത്ത് വെള്ളം നിറയ്ക്കുകയും അതുപോലെ ആ വിത്തുകൾ മുളച്ച് ആമ്പൽ വളരുന്നു. അതിനാൽ നാച്ചുറൽ സീഡ് സൈക്കിൾ ആണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ആമ്പൽ പൂക്കുന്ന സമയത്ത് പാടത്ത് വെള്ളം നിലനിൽക്കുന്നു. പിന്നീട് നെൽകൃഷി തുടങ്ങേണ്ട സമയത്ത് പാടത്തെ വെള്ളം ഒഴുക്കി കൃഷിക്കായിട്ട് തയ്യാറാക്കും. അതുകൊണ്ട് ആണ് മലരിക്കൽ ആമ്പൽ വർഷം മുഴുവൻ കാണാൻ സാധിക്കാത്തത്. പിന്നെ പൂക്കാലം കഴിഞ്ഞാൽ കൃഷിക്കായി പാടം വീണ്ടും ഉപയോഗിക്കും. മലരിക്കലിലെ ആമ്പൽപ്പാടം പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ടൂറിസം ഡെസ്റ്റിനേഷനായി വികസിപ്പിച്ചു തുടങ്ങിയത് 2018 2018 ജാനുവരിയിൽ ലോക്കലി ഓണേഡ് ടൂറിസം എൻ്റർപ്രൈസ് എന്ന നിലയിൽ ടൂറിസം ഫെസ്റ്റിവലിലൂടെ ഈ ഡെസ്റ്റിനേഷൻ പുതിയ രീതിയിൽ മുന്നോട്ട് വന്നതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ മലരിക്കലിലെ കേരളം മുഴുവൻ അറിയാൻ കാരണമായത് 2019 2019 സോഷ്യൽ മീഡിയയിൽ ഇവിടുത്തെ ഈ ആമ്പൽ പൂക്കളുടെ ഒരു ഫോട്ടോ വൈറലായതോടെ ആയിരക്കണക്കിന് ആളുകൾ മലരിക്കലിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാർക്ക് പോലും സാധാരണമായിരുന്ന ഈ പാടം കേരളത്തിലെ ഫേമസ് ട്രാവൽ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോട്ട് റൈഡ് തന്നെയാണ്. ആമ്പൽ പൂക്കളുടെ നടുവിലൂടെ ചെറിയ ബോട്ട് പോകുമ്പോൾ കരയിൽ നിന്നും കാണുന്നതിലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത്.
ബോട്ടിങ്ങിന് ഒരാളെടുത്തുനിന്ന് വാങ്ങിക്കുന്നത് 100 രൂപയാണ്. കൂടുതൽ സമയം പോകുന്ന ബോട്ട് റൈഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ലൈക്ക് ഈ വെഡ്ഡിങ് ഷൂട്ട് അങ്ങനത്തെ പ്രൈവറ്റ് ഷൂട്ടുകളൊക്കെ ഉണ്ടാവില്ല, ഫോട്ടോഷൂട്ടുകൾ, അതിനൊക്കെ കൂടുതൽ ചാർജ് കൊടുക്കേണ്ടി വരും. ഷോർട്ട് റൈഡ് ആണെങ്കിൽ സാധാരണ ഒരു 30 മിനിറ്റാണ് ടൈം വരുന്നത്. ലോങ് റൈഡൊക്കെ ആവുമ്പം അതിനനുസരിച്ച് സീസൺ അനുസരിച്ചിട്ടൊക്കെ ചിലപ്പം റേറ്റിലും ചേഞ്ചസ് വരാം. മലരിക്കലിൽ ഇപ്പോൾ പ്രീ വെഡ്ഡിങ് ഷൂട്ടിംഗ്, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, റീൽസ്, ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ്, ട്രാവൽ ഫോട്ടോഗ്രാഫി എന്നിവയൊക്കെ എല്ലാത്തിനും ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു പ്ലേസാണ്. പ്രത്യേകിച്ച് സൺറൈസ് സമയത്ത് ബോട്ടിൽ നിന്നും എടുക്കുന്ന ഫോട്ടോസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പൂക്കൾ പറിച്ചെടുക്കരുത്, പാടത്തേക്ക് അനാവശ്യമായി ഇറങ്ങരുത്, അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റും ഉപേക്ഷിക്കരുത്. നമ്മളെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഫ്ലവേഴ്സ് അവിടെ വിൽക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് അത് വാങ്ങിക്കാം. അത് അറൗണ്ട് ഒരു 30 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു ക്യാഷ് കൊടുക്കേണ്ടത്. ചിലപ്പം റേറ്റ് ചിലപ്പോൾ വീണ്ടും സീസൺ അനുസരിച്ച് കൂടിയേക്കാം. അതൊരു 10 എണ്ണമൊക്കെ ഒരു ഫ്ലവറിൽ ഒരു ബൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ബോട്ടിങ് ട്രാവൽ ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത് തരുന്നത്. അത് അവർ രാവിലെ പറിച്ച് വയ്ക്കും. നമ്മുടെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി നശിക്കാതിരിക്കാൻ നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് ആയിരിക്കണം. സാധാരണയായി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണ് ഈ വാട്ടർ ലില്ലി സീസൺ വരുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റാണ് ഒരു പീക്ക് സീസൺ വരുന്നത്. ഒക്ടോബറിലും പൂക്കൾ കാണാൻ സാധിക്കും. പക്ഷേ നെൽകൃഷി സീസൺ അനുസരിച്ചാണ് അത് തുടങ്ങുന്നതനുസരിച്ച് പാടത്തെ വെള്ളം ഒഴുക്കുന്നതോടെ ഈ ഫ്ലവറിങ് സീസൺ അവസാനിക്കും. മലരിക്കൽ ഒരു ചെറിയ പോണ്ടല്ല, ഇവിടെയുള്ള വിശാലമായ ഒരു നെൽകൃഷി പാടമാണ് ശരിക്കും ഈ ഒരു വാട്ടർ ലില്ലി പടർന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ വിവിധ റിപ്പോർട്ടുകളിൽ ഏകദേശം 600 ഏക്കറോളം ഈ ഒരു ആമ്പൽപ്പൂക്കളിൻ്റെ ഒരു കവറേജ് ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് കരയിൽ നിന്നും നോക്കുമ്പോൾ തന്നെ ഒരു പിങ്ക് നിറം കണ്ണെത്താ ദൂരത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ ദൂരത്തുനിന്ന് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അടുത്തടുത്ത് ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ ആമ്പൽപ്പൂക്കളുണ്ടെന്ന്. പക്ഷെ നമ്മൾ തോണിയിൽ നമ്മളിങ്ങനെ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് ഈ ആമ്പൽപ്പൂക്കളൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത്രയും തിങ്ങി നിറഞ്ഞ് അല്ല ശരിക്കും അത് പൂത്ത് നിൽക്കുന്നത്. ബോട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തും അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ബോട്ട് കുറച്ച് നിർത്തി വെച്ചു. ആ സമയത്ത് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം മൊബൈലൊക്കെ പണിയാവും. പിന്നെ വീണ്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോവാണ്. ആദ്യം തോണി തുഴഞ്ഞിട്ടില്ല, നോർമൽ ബോട്ട് പോലെ തന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂക്കളുടെ ഉള്ളോട്ട് കയറുന്ന സമയത്താണ് നമ്മൾ ഈ തോണി തുഴയുന്നത്. കാരണം ഈ ബോട്ട് നമ്മളത് നശിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ വേ ഒക്കെ അവർ ഓൾറെഡി ഇങ്ങനെ കുറേ പോയി ഒരു പാത്ത് പോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ വഴിക്ക് തന്നെയാണ് ഈ ബോട്ട് തുഴഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു പാത്ത് തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് തുഴയുന്ന സമയത്ത് ഉള്ളോട്ട് പോകും. രാവിലെ സൂര്യപ്രകാശം വെള്ളത്തിന് മുകളിൽ വീഴുമ്പോൾ പിങ്ക് പൂക്കൾ ഗോൾഡൻ ലൈറ്റിൽ തിളങ്ങുന്ന കാഴ്ച കാണാം. രാവിലെ ഒരു 7 മുതൽ 9 വരെ നല്ല കാഴ്ച ലഭിക്കും. പക്ഷേ ഫ്ലവർ ഏറ്റവും ഫ്രഷായി കാണാൻ നേരത്തെ എത്തുന്നതാണ് ബെസ്റ്റ്. പക്ഷേ നമ്മൾ പോയ സമയത്തൊരു സൺറൈസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, അത്യാവശ്യം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ളൊരു നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ അത്ര സാധിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ആ മഴ ചാറ്റലിൽ ഉണ്ടാവുന്ന ആ ഒരു എക്സ്പീരിയൻസും വേറൊരു ലെവലായിരുന്നു.
സാധാരണ പാടശേഖരം എങ്ങനെ കേരളത്തിലെ ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയി എന്നതിന് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണമാണ് മലരിക്കൽ. പ്രകൃതിയെ കാണാനും ബോട്ട് റൈഡ് എൻജോയ് ചെയ്യാനും സൺറൈസ് ഫോട്ടോഗ്രാഫി ചെയ്യാനും നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായും ഏർലി മോർണിംഗ് ഇവിടെ തന്നെ എത്തി നോക്കണം. ഈ മലരിക്കൽ ട്രാവൽ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ബ്യൂട്ടിഫുൾ ട്രാവൽ ഡെസ്റ്റിനേഷൻ കാണാൻ സോഫ്റ്റ് സ്റ്റെപ്സ് സോളോ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ കീപ് ട്രാവലിംഗ്, കീപ് എക്സ്പ്ലോറിംഗ്.